We have already done the critical views of Aristotle, Plato, Horace, Philip Sidney, Dr. Johnson, and John Ryan. Today we are discussing the views of Samuel Taylor Coleridge or S.T. Coleridge. Samuel Taylor Coleridge, he is a famous romantic poet. വളരെ പ്രശസ്തനായ റൊമാൻറ്റിക് എഴുത്തുകാരനാണ്. വില്യം വേർഡ്സ്വർത്തിനോടൊപ്പം തന്നെ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലിറിക്കൽ ബാലഡ്സ് എന്ന ആ പ്രശസ്തമായ പുസ്തകം, റൊമാൻറ്റിക് റിവൈവലിന് കാരണമായ ആ ഒരു പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സാമുവൽ കോളറിഡ്ജ്. Samuel Coleridge was the famous English poet and critic and was regarded as the co-founder of English Romantic movement along with William Wordsworth. നമ്മളിപ്പം പറഞ്ഞതാണ്. And he was the first English critic who based his views on philosophical principles. താത്വികമായിട്ടുള്ള തത്വങ്ങളാണ് അല്ലെങ്കിൽ താത്വികമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. ആദ്യത്തെ ക്രിട്ടിക്കാണ് S.T. Coleridge. And the famous critical works are Biographia Literaria, Lectures on Shakespeare, etc. അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കൃതിയാണ് ബയോഗ്രഫിയ ലിറ്റററി എന്ന ക്രിട്ടിക്കൽ വർക്ക്. അതോടൊപ്പം തന്നെ ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയറിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതികൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ ക്രിട്ടിക്കൽ വർക്കുകളാണ്. ദെൻ തിയറി ഓഫ് ഇമാജിനേഷൻ. S.T. കോളറിഡ്ജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും ശ്രേഷ്ഠനാക്കുന്നത് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷനെ കുറിച്ച് അല്ലെങ്കിൽ ഫാൻസിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാഴ്ചപ്പാടുകൾ, അതാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രശസ്തനാക്കുന്നത്. സോ അക്കോർഡിംഗ് ടു കോളറിഡ്ജ്, പോയട്രി ആൻഡ് ഓൾ ആക്ട്സ് ഓഫ് ക്രിയേറ്റിവിറ്റി ആർ ദി ആക്ട്സ് ഓഫ് ഇമാജിനേഷൻ. കോളറിഡ്ജിന്റെ അഭിപ്രായത്തിൽ പോയട്രി, അതേപോലെ തന്നെ എല്ലാ ക്രിട്ടിക്കൽ വർക്കുകൾ അല്ലെങ്കിൽ എല്ലാ ക്രിയേറ്റീവ് റൈറ്റിങ്ങും, എല്ലാ കൃതികളും സൃഷ്ടികളും ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഇമാജിനേഷൻ. ഭാവനയുടെ ഒരു പ്രവൃത്തിയാണ്. ഭാവനയിലൂടെയാണ് എല്ലാ ക്രിയേറ്റീവ് വർക്കുകളും ഉണ്ടാകുന്നതെന്നാണ് കോളറിഡ്ജ് അഭിപ്രായപ്പെടുന്നത്. ആൻഡ് ഇൻ ദി 18th century, fancy and imagination were considered as the two manifestations of the creative drive. ഫാൻസിയും ഇമാജിനേഷനും രണ്ടും ഈ ക്രിയേറ്റീവ് വർക്കിൽ അനിവാര്യമാണ് എന്ന് 18ാം നൂറ്റാണ്ടിൽ കരുതിയിരുന്നു. And when the imagination typically exhibits the original, it is called imagination. ഇനി എന്താണ് ഇമാജിനേഷൻ, എന്താണ് ഫാൻസി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ പാരഗ്രാഫിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? when the imitation typically exhibits the original. ഒരു ഒറിജിനൽ സാധനത്തെ അല്ലെങ്കിൽ ഒറിജിനൽ ഉള്ളതിനെ, യഥാർത്ഥത്തിലുള്ള സാധനത്തെ അതുപോലെ തന്നെ കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇമാജിനേഷൻ. അതിനെ ഇമാജിനേഷൻ എന്ന് പറയും. while where there is the contribution of the poet and a distinct likeness to the original is shown, it is called fancy. ഇനി ഫാൻസി എന്നത് ഒറിജിനൽ കൃതിയെ പോലെ തന്നെ തോന്നുന്നു, അല്ലെങ്കിൽ ഒറിജിനൽ എന്താണോ, ഇപ്പം ഒരു പൂവ് നമ്മൾ കണ്ടു, ആ പൂവ് അതുപോലെ വരച്ചു വെക്കുകയാണ് എങ്കിൽ അത് ഇമാജിനേഷൻ ആണ്. അതേസമയം ആ പൂവിനെ കണ്ടു, ആ പൂവിന് കവി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഭാവനകളും കൂടി ആഡ് ചെയ്ത് അതിനെ, പൂവിനെ കണ്ടു, ആ പൂവിൻ്റെ ഇതളുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികളും ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളികൾ, അതേപോലെ തന്നെ ആ ഒരു തേൻ കുടിക്കാൻ വരുന്ന പക്ഷി, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ കവി അതിനകത്ത് ആഡ് ചെയ്ത് അങ്ങനെ വരയ്ക്കുന്നതാണ് ഫാൻസി. അതിനെ ഫാൻസി എന്ന് പറയും. അതേസമയം ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ കണ്ട സാധനം അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക. ഒരു ലൈഫാണെങ്കിൽ തന്നെയും ആ ജീവിതം അതുപോലെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇമാജിനേഷൻ എന്ന് പറയും. അതേസമയം അതിന് പോയറ്റിന്റെ കോൺട്രിബ്യൂഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ ഫാൻസി എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അദ്ദേഹം പറയുന്ന ഫാൻസി ആൻഡ് ഇമാജിനേഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പറയാണ്. ഇൻ ചാപ്റ്റർ 12 ഓഫ് ബയോഗ്രഫിയ ലിറ്റററിയ, കോളറിഡ്ജ് ഫ്രെയിംസ് ദ ഫേമസ് തിയറി ഓഫ് ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. ഈ ഫാൻസി ആൻഡ് ഇമാജിനേഷൻ നമ്മൾ പറഞ്ഞു, ഇത് പാരഗ്രാഫ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബയോഗ്രഫിയ ലിറ്റററിയ എന്ന ക്രിട്ടിക്കൽ വർക്കിലെ 12ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഫാൻസിയും ഇമാജിനേഷനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പറയുന്നത്. And it was Wordsworth who brought the importance of feelings and thoughts that can be seen in life. വേർഡ്സ്വർത്ത് ആണ് റൊമാൻറ്റിക് കാലഘട്ടത്തിലെ
റൊമാൻറ്റിക് പോയറ്റാണ്, നേച്ചർ പോയറ്റാണ്. വേർഡ്സ്വർത്ത് ആണ് ഈ ഒരു ഫീലിങ്സും തോട്ട്സും എങ്ങനെയാണ് ക്രിയേറ്റീവ് വർക്കിൽ വേണ്ടത് എന്നതിനെ കുറിച്ച് ആധികാരികമായി പറഞ്ഞ വ്യക്തി വേർഡ്സ്വർത്ത് ആണ്. Coleridge defines imagination as an esemplastic power, that means a unifying or building power into one. ഒരു എസംപ്ലാസ്റ്റിക് പവർ ആണ് ഇമാജിനേഷൻ എന്നാണ് പറയുന്നത്. എസംപ്ലാസ്റ്റിക് പവർ മീൻസ് ഇറ്റ് ഈസ് ദ പവർ ഓർ ഇറ്റ് ഈസ് ദി ഫോഴ്സ് ദാറ്റ് യുണൈറ്റ് എവറിഥിങ്, എല്ലാത്തിനെയും യോജിപ്പിക്കുന്ന ഒന്നാണ് ഇമാജിനേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഇമാജിനേഷൻ മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി, and the primary imagination is the living power and prime agent of all human perception. പിന്നീട് അദ്ദേഹം പറയുന്നു ഇമാജിനേഷൻ ദാറ്റ് മേ ബി പ്രൈമറി ഓർ സെക്കൻഡറി. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാൻസി ആൻഡ് ഇമാജിനേഷൻ ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ വാട്ട് ഈസ് പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് വാട്ട് ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ, അത് തമ്മിലുള്ള വ്യത്യാസവും ചോദിക്കാറുണ്ട്. ദെൻ പ്രൈമറി ഇമാജിനേഷൻ അദ്ദേഹം പറയുന്നു പ്രൈമറി ഇമാജിനേഷൻ ഇസ് ദി ലിവിങ് പവർ ആൻഡ് ദ പ്രൈം ഏജന്റ് ഓഫ് ഓൾ ഹ്യൂമൻ പെർസെപ്ഷൻ. നമ്മളുടെ കാഴ്ചപ്പാടുകളുടെ പ്രൈം ഏജന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന സംഭവം, ആദ്യം ഒരു പൂവ് അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രകൃതിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് അതിനോട് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ, ആ പ്രൈം ലിവിങ് ഫോഴ്സിനെയാണ്, ആ ഒരു ആദ്യത്തെ കാഴ്ച അതിനെയാണ് primary imagination എന്ന് പറയുന്നത്. And it is repetition of the finite mind of the eternal act of creation in the infinite. അത് നമ്മുടെ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ജന്മനാ ഉള്ള കഴിവാണ്. അതായത് ക്രിയേഷന്റെ സമയത്ത്, സൃഷ്ടിയുടെ സമയത്ത് ഈശ്വരൻ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും നിറച്ച ഒരു വസ്തുവാണ് ഈ ഒരു പ്രൈമറി ഇമാജിനേഷൻ. അതായത് എല്ലാ മനുഷ്യരിലും ആസ്വാദന കല എന്ന് നമ്മൾ പറയുന്ന ആ ആസ്വാദനം അല്ലെങ്കിൽ ആ ഒരു പ്രൈമറി ഫോഴ്സ് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഇൻബോൺ ടാലന്റ് ആണിത്, ഈ പ്രൈമറി ഇമാജിനേഷൻ. ആൻഡ് ദ സെക്കൻഡറി ഇമാജിനേഷൻ ഈസ് ഇറ്റ്സ് ഈക്കോ, സിമിലർ ഇൻ കൈൻഡ് ബട്ട് ഡിഫറൻഷിയേറ്റ് ഇൻ ഡിഗ്രി ആൻഡ് ഇൻ ദ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതേസമയം സെക്കൻഡറി ഇമാജിനേഷൻ എന്നത് ഇറ്റ് ഈസ് ദി എക്കോ ഓഫ് ദിസ് പ്രൈമറി ഇമാജിനേഷൻ. ഈ പ്രൈമറി ഇമാജിനേഷന്റെ ഒരു പ്രതിധ്വനിയാണ് നമ്മുടെ സെക്കൻഡറി ഇമാജിനേഷൻ. പ്രൈമറി ഇമാജിനേഷൻ പോലെ തന്നെയാണ് സെക്കൻഡറി ഇമാജിനേഷൻ, പക്ഷേ അതിന്റെ വ്യത്യാസം ആ ഒരു ഡിഗ്രി ഓഫ് ഡിഫറൻസ്, അതിന്റെ ആ അളവിലുള്ള വ്യത്യാസം മാത്രമാണ്. അതേപോലെ തന്നെ ഈ പ്രൈമറി ഇമാജിനേഷന്റെ ഒരു എക്കോയാണ്, ഒരു പ്രതിധ്വനിയാണ് സെക്കൻഡറി ഇമാജിനേഷൻ. Fancy is a mode of memory released from the order of time and space. ഇനി ഫാൻസിയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫാൻസി എന്നത് ഇറ്റ് ഈസ് എ മോഡ് ഓഫ് മെമ്മറി. നമ്മുടെ ഓർമ്മശക്തി, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫാൻസി എന്നത് ഒരു സാധനം കണ്ടു, ആ കണ്ട സാധനത്തിനെ നമ്മൾ വീണ്ടും സൃഷ്ടിക്കുന്ന സമയത്ത്, റിക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റീക്രിയേഷനിൽ ദ പോയിന്റ് ഈസ് ആഡിങ് ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ. അയാളുടെ കോൺട്രിബ്യൂഷൻ അതിനകത്ത് വരുമ്പോഴാണ് അതിനെ ഫാൻസി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ മെമ്മറി റിലീസ്ഡ് ഫ്രം ദ ഓർഡർ ഓഫ് ടൈം ആൻഡ് സ്പേസ് ആൻഡ് ഇറ്റ് റിസീവ്സ് ഓൾ ദി മെറ്റീരിയൽസ് ഫ്രം ദ ലോ ഓഫ് അസോസിയേഷൻ. ലോ ഓഫ് അസോസിയേഷൻ മീൻസ് കമ്പൈനിങ് പവർ. ആ ഒരു എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. ആൻഡ് ഫാൻസി ഈസ് നോട്ട് എ ക്രിയേറ്റീവ് പവർ ബട്ട് ഓൺലി combines the things it sees into a pleasing shape and it gives them shapes of its own. ഇനി ഫാൻസി എന്നത് ഒരു ക്രിയേറ്റീവ് പവർ അല്ല, മറിച്ച് ഇറ്റ് കമ്പൈൻസ് എവറിഥിങ്. നമ്മൾ കാണുന്നതിനെ കൂട്ടിയോജിപ്പിക്കുന്ന ഒന്നാണ് ഫാൻസി. ആൻഡ് ഇറ്റ് ഈസ് ആർബിട്രറി ദാറ്റ് ബ്രിങ്സ് ടുഗദർ ഓഫ് ഓൾ തിങ്സ് ദാറ്റ് ലൈ റിമോട്ട് ആൻഡ് ഗിവ് ദം എ പെർഫെക്റ്റ് ഷേപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ കോളേജസ് വ്യൂസ് ഓൺ പോയറ്റിക് ജീനിയസ്. പോയറ്റിക് ജീനിയസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതും എക്സാമിന് ചോദിക്കുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജീനിയസ് ആൻഡ് ടാലന്റ്? ജീനിയസ്, ടാലന്റ് അതൊക്കെ എന്താണ് എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഹിസ് വ്യൂസ് ഓൺ ജീനിയസ് ആൻഡ് ടാലന്റ്. Coleridge distinguishes genius and talent by saying that genius is identical with imagination and talent is identical with the fancy. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു
ജീനിയസ് എന്നത് ഇമാജിനേഷൻ പോലെ തന്നെയാണ്, ടാലന്റ് എന്നത് ഫാൻസി പോലെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇമാജിനേഷൻ എന്നത് ഇറ്റ് ഈസ് ദി ക്രിയേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി കോപ്പി ഓഫ് ദി തിങ്. ഒരു കാര്യം കാണുന്നത് അതുപോലെ പകർത്തുന്നതാണ് ഇമാജിനേഷൻ. ദാറ്റ് ഈസ് നമ്മൾ ഒരു പൂവ് കണ്ടു അത് അതുപോലെ പകർത്തുന്നത് ഇമാജിനേഷൻ. അതേപോലെ അതിന് തുല്യമാണ് ജീനിയസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ടാലന്റ്. ആൻഡ് ടാലന്റ് ഈസ് ഐഡന്റിക്കൽ. ടാലന്റ് ഫാൻസിയുമായിട്ട് ഐഡന്റിക്കൽ ആണ്. ഫാൻസിയെ പോലെ തന്നെയാണ് ടാലന്റ്. ദാറ്റ് മീൻസ് ഫാൻസി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി ആഡിങ് ഓഫ് പോയിറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഒറിജിനൽ വൺ. ഒറിജിനലിനോട് പോയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ ഫാൻസി എന്ന് പറയുന്നത്. അതേപോലെയാണ് ടാലന്റ്. ഇൻബോൺ കഴിവുണ്ട്, അതോടൊപ്പം തന്നെ ആ കഴിവിനെ പരിശീലനത്തിലൂടെ എന്താണ് പ്രാക്ടീസിലൂടെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് ടാലന്റ്. അതേസമയം ജീനിയസ് എന്നത് ഇറ്റ് ഈസ് ഇൻബോൺ ക്വാളിറ്റി. ഹി അഗൈൻ സേസ് ദാറ്റ് ജീനിയസ് ഈസ് ക്രിയേറ്റീവ് ആൻഡ് ടാലന്റ് ഈസ് അക്വയറിംഗ് വൺ. ജീനിയസ് എന്നത് ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ക്വാളിറ്റി ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റീവ്. അതേസമയം ടാലന്റ് ഇറ്റ് ഈസ് അക്വയറിംഗ് വൺ. അത് നമ്മൾ നേടിയെടുക്കുകയാണ്. ത്രൂ പ്രാക്ടീസ് വി ആർ അക്വയറിംഗ് ദാറ്റ് സ്കിൽ. ആൻഡ് ഇൻ ദി 15th chapter of Biographia Literaria, he says that poet is the man of genius and the best example is Shakespeare. Biographia Literaria is a critical work. അതിനകത്ത് അതിന്റെ 15th ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നു poet is a genius. കാരണം it is the inborn quality. Poetry എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്നതല്ല. It is an inborn talent. So it is or the poet is genius and the best example is Shakespeare. Shakespeare ആണ് ഏറ്റവും നല്ല പോയറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. And he based the conclusion based on Shakespeare's early works, then Venus and Adonis and Rape of Lucrece. അദ്ദേഹം ഷേക്സ്പിയർ ആണ് ഏറ്റവും നല്ല പോയറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജീനിയസ് എന്ന് പറയാൻ അദ്ദേഹം കോട്ട് ചെയ്യുന്നത്, റെഫർ ചെയ്യുന്നത് ഷേക്സ്പിയറിന്റെ ഏർലി വർക്ക്സ് ആണ്, ആദ്യകാല കൃതികൾ, അതായത് സോണറ്റുകൾ. അതേപോലെ തന്നെ 154 സോണറ്റ്സ് ആണ് ഷേക്സ്പിയറിനുള്ളത്. ആ സോണറ്റുകൾ എടുക്കുന്നു. അതേപോലെ തന്നെ വീനസ് ആൻഡ് അഡോണിസ് ആൻഡ് റേപ്പ് ഓഫ് ലുക്രീസ്. ദീസ് ആർ ദി 2 ലോങ് പോയിംസ് ഓഫ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിന്റെ 2 വലിയ കവിതകളാണ് വീനസ് ആൻഡ് അഡോണിസും അതേപോലെ തന്നെ റേപ്പ് ഓഫ് ലുക്രീസ്. ഈ കൃതികളൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത് ഷേക്സ്പിയർ ഈസ് ദി ഒറിജിനൽ ജീനിയസ് ആൻഡ് ഹി ഈസ് ദി റിയൽ പോയിറ്റ്. പിന്നീട് അദ്ദേഹം പറയുന്നു ഹി റിമാർക്സ് ദാറ്റ് ജീനിയസ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ 4 ways. ജീനിയസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 പ്രധാനപ്പെട്ട മാർഗങ്ങളിലൂടെയാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിസ് വ്യൂസ് ഓൺ ജീനിയസ് ആൻഡ് ടാലന്റ്. എപ്പോഴും ഷോർട്ട് ക്വസ്റ്റ്യന് പാരഗ്രാഫ് ആയിട്ട് ചോദിക്കുന്നത്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, പാരഗ്രാഫ് ആയിട്ടാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. സോ എന്താണ് ജീനിയസ് ക്യാൻ ബി എക്സിബിറ്റ് ഇൻ 4 ways. 4 തരത്തിലാണ്. ഫസ്റ്റ് വൺ സെൻസ് ഓഫ് ഡിലൈറ്റ് ഓർ സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്. അതിലൊരു മ്യൂസിക്കാലിറ്റി ഉണ്ടാവും ആ കവിതയിൽ. സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ദി വേഴ്സിഫിക്കേഷൻ. പെർഫെക്റ്റ് സ്വീറ്റ്നെസ് ഓഫ് ദി വേഴ്സിഫിക്കേഷൻ. ഒരു കവിത കണ്ടു കഴിഞ്ഞാൽ അത് കവിതയാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ അത് അതിൻ്റെ ആ ഒരു മാധുര്യം അല്ലെങ്കിൽ ആ ഒരു മധുരിമ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആധുനിക കവിതകളെ പോലെ ഞാൻ അവിടെ പോയിരുന്നു, അവിടെ പോയപ്പോൾ അവളെ കണ്ടു, അങ്ങനെയുള്ള കവിതകളേക്കാൾ അതിനൊരു താളവും ലയവും ആ ഒരു മീറ്റർ പെർഫെക്ഷൻ, ആ ഒരു പൂർണ്ണത കവിതയിലുണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് ദി ഔട്ട്വേർഡ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി മ്യൂസിക് ഓഫ് ദ പോയറ്റ് സോൾ. കവിയുടെ ആത്മാവിലുള്ള ആ ഒരു സംഗീതാത്മകത നമുക്ക് ഈ കവിതകളിൽ അല്ലെങ്കിൽ ഈ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കവിയുടെ ഉള്ളിലുള്ള ആ ഒരു കാവ്യാത്മകമായ ഭാവം നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാൻ സാധിക്കും. സെക്കൻഡ് വൺ ഓബ്ജക്റ്റിവിറ്റി. പിന്നീട് അടുത്തത് നമ്മൾ പറഞ്ഞു 4 തരത്തിൽ ജീനിയസ് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ സെൻസ് ഓഫ് മ്യൂസിക്കാലിറ്റി ഓർ മ്യൂസിക്കൽ ഡിലൈറ്റ്. ആ കവിതയിൽ ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് ദി പോയിറ്റ് സോൾ. കവിയുടെ ആത്മാവിന്റെ റിഫ്ലക്ഷൻ ആണ് അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഓബ്ജക്റ്റിവിറ്റി. ഓബ്ജക്റ്റിവിറ്റി മീൻസ് സബ്ജക്റ്റീവ് ആൻഡ് ഓബ്ജക്റ്റീവ് പോയട്രി എന്ന് പറയും. സബ്ജക്റ്റീവ് മീൻസ് ഞാൻ എന്നെ കുറിച്ച് തന്നെ എഴുതുന്ന കവിതയാണ് സബ്ജക്റ്റീവ്. ഇവിടെ ഒബ്ജക്റ്റിവിറ്റി മീൻസ് ഇറ്റ് ഈസ് ദി ചോയ്സ് ഓഫ് സബ്ജക്ട്സ് അവേ ഫ്രം ദ ഇൻട്രസ്റ്റ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ റൈറ്റർ. എഴുത്തുകാരന്റെ കാഴ്ചപ്പാട്, അതായത് എഴുത്തുകാരന്റെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലാതെ എഴുതുന്ന
കവിതകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. ആൻഡ് ദോ പ്രസന്റ് എവരിവെയർ ഹി ഈസ് കംപ്ലീറ്റ്ലി aloof ആൻഡ് നോട്ട് വിസിബിൾ എനിവെയർ. അദ്ദേഹം ഈ ഒരു സൃഷ്ടിയിൽ പൂർണ്ണമായിട്ടും അദ്ദേഹം അവിടെയുണ്ട്, പക്ഷേ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ആ കവിയുടെ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാൻ സാധിക്കില്ല. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഷേപ്പിംഗ് ആൻഡ് മോഡിഫൈങ് പവർ ഓഫ് ഇമാജിനേഷൻ. അടുത്തത് ആ ഒരു ഇമാജിനേറ്റീവ് പവർ ആണ്. ദ പോയിന്റ് പിക്ചേഴ്സ് ലൈഫ്, മാനിഫെസ്റ്റ് it with passion and associated thoughts and imagination awakened by the passion in creativity. അതായത് ആ ക്രിയേറ്റിവിറ്റിയിൽ, ആ ക്രിയേറ്റീവ് വർക്കിൽ we can see the imaginative power of the poet. Then the fourth one is depth and energy of thought. വെറുതെ എഴുതുന്ന കവിതയായിരിക്കില്ല, അതിനകത്ത് we can see the depth and energy of thought. ചിന്തിക്കാനുള്ള ഒരു ചെറിയ മരുന്നെങ്കിലും അതിനകത്ത് ഉണ്ടാകും. So Coleridge remarks that no man was ever act as a great poet without being at the same time a profound philosopher. പല എഴുത്തുകാരും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്രിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഷുഡ് ബി ഡൈഡാക്റ്റിക്. ഡ്രൈഡൻ പറഞ്ഞു, അതേപോലെ തന്നെ ഹൊറൈസ് പറഞ്ഞിട്ടുണ്ട്, പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫിക്കൽ ആയിരിക്കണം ഈ ക്രിട്ടിക്കൽ വർക്ക് അല്ലെങ്കിൽ പോയിട്രി എന്നത്. ഇറ്റ് ഷുഡ് ബി ഫിലോസോഫിക്കൽ. ഇറ്റ് ഹാസ് സംതിങ് ടു ടീച്ച് ദ റീഡേഴ്സ്. വായനക്കാരെ എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടാകണം, വായനക്കാർക്ക് എന്തെങ്കിലും ഗുണമുള്ളതായിരിക്കണം, അവർക്കൊരു ഫിലോസോഫിക്കൽ താത്വികമായിട്ടുള്ള ഒരു ചിന്ത കൊടുക്കുന്നതായിരിക്കണം ക്രിയേറ്റീവ് വർക്ക്. അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്, കോളേജും പറയുന്നത്. ഇഫ് ദർ ഈസ് നോ ഇമാജിനേഷൻ there lacks contemplative power and strength and the depth of energy. ഇനി ഇമാജിനേഷൻ അവിടെ ഇല്ല എങ്കിൽ എന്തില്ല, ആ ഒരു ഡെപ്ത് ഓഫ് തോട്ട് ഇല്ല. ഡെപ്ത് ഓഫ് തോട്ട് ഇല്ല, അതേപോലെ തന്നെ എനർജി ഇല്ല. ആ ഒരു കൃതി അല്ലാതായി മാറും. ആ ഭാവനയുടെ പ്രസൻസ് ആണ് ആ ചിന്തകൾക്ക് ആഴവും അതേപോലെ തന്നെ ആ ഒരു വായനക്കാരുടെ മനസ്സിലെത്താനുള്ള കഴിവും കൊടുക്കുന്നത് ഭാവനയാണ്. സോ ഈ 4 കാര്യങ്ങളാണ് ഒരു ജീനിയസ് കാണിക്കുന്നത്. ജീനിയസ് കാണിക്കുന്ന 4 കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ. അല്ലെങ്കിൽ ഒരു ജീനിയസിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ജീനിയസിന്റെ കൃതിയിൽ ഉണ്ടായിരിക്കേണ്ട 4 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, സെൻസ് ഓഫ് മ്യൂസിക്കൽ ഡിലൈറ്റ്. നെക്സ്റ്റ് വൺ ഈസ് ഒബ്ജക്ടിവിറ്റി. Third, the shaping and modifying power of imagination. And the fourth one is depth and energy of thought. Coleridge is famous as a critic, poet. അതോടൊപ്പം തന്നെ he is regarded as the first critic having psychological approach to literary criticism. സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് ഈ കോളേജിന്റെ ഈ ഒരു ക്രിട്ടിക്കൽ അനാലിസിസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോയി ആ ഒരു വിശകലനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ജീനിയസ് ആൻഡ് ടാലന്റ്, പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ, പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ ഇമാജിനേഷൻ ആൻഡ് ഫാൻസി. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.